So hello friends, once again welcome back friends. അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വീഡിയോ ആണ്. ഇവല്യൂഷൻ ആറ്റം അല്ലെങ്കിൽ ഇവോ ആറ്റം എന്ന പേരാണ് നമ്മൾ ഒരു മോഡൽ നൽകിയിരിക്കുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോൾബി ഡീറ്റെയിൽസ് അതുപോലെ ഡിജിറ്റൽ ഫോർമാറ്റ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5.1 ആംപ്ലിഫയർ ആണ്. സോ ഫ്രണ്ട്സ്, വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്. അമ്മണി നൈസ് അടിച്ചൊക്കെ പറഞ്ഞ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് നമ്മളൊരു ആംപ്ലിഫയറിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡോൾബി DTS ബേസ്ഡ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് വരുന്നൊരു ആംപ്ലിഫയർ കൂടിയാണിത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് gtechൻ്റെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റി ക്യാബിന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ടിപ്പിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാബിൻ തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ലെയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. ആറ്റം എന്നാണ് നമ്മളെ ഒരു മോഡലിന് പേര് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു പേര് നൽകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അത്രയും ഇതായിട്ടുള്ള കുറച്ച് ഡിജിറ്റൽ ഇൻപുട്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ ഒരു ചെറിയൊരു മിനിയേച്ചർ മോഡലായിട്ട്, ശരിക്കും ഇതൊരു പ്രോട്ടോടൈപ്പാണ്. ഇതിനകത്ത് അപ്ഡേഷൻ വന്നിട്ടാണ് ഇനി അടുത്ത പുതിയ മോഡലുകൾ വരുന്നത്. ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡലിനെ. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് പോകാൻ 3 പിൻ AC കൂടിയറിൻ്റെ സോക്കറ്റ്, ഫ്യൂസ്, അതുപോലെ തന്നെ ഒരു നമ്മുടെ സ്വിച്ച് വരുന്നുണ്ട്, പവർ ഓൺ സ്വിച്ച്, അതുപോലെ 5.3 ഇൻപുട്ട്, അതുപോലെ ഓക്സ് ഇൻപുട്ട്. പിന്നെ വന്നിരിക്കുന്നത് ചാനൽസിന് വേണ്ടിയുള്ള ഔട്ട്പുട്ടാണ്. അത് ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ബനാന സോക്കറ്റ്സിലാണ്. സബിന് വേണ്ടി വലിയൊരു സോക്കറ്റും ബാക്കി ചാനൽസിന് വേണ്ടി ചെറിയ സോക്കറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മോഡൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതിനകത്ത് നമുക്ക് ഒരു AC3 5.1 ഇൻപുട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഓപ്റ്റിക്കൽ ഇൻപുട്ട്, ഒരു കോയാക്സിയൽ ഇൻപുട്ട്. നമ്മൾ ഓഡിയോ റഷ് അതേ കണക്ക് ഇതിനകത്ത് കയറ്റി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സബിനുള്ള പ്രീ ഔട്ടും വന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് ഇൻബിൽറ്റായിട്ട് ഓഡിയോ റഷിൻ്റെ ആ ഒരു ബോർഡും കാര്യങ്ങളും നമ്മൾ വെച്ചിട്ട് അതിനെ നമ്മൾ ഈ ഒരു റിമോട്ട് കിറ്റുമായിട്ട് കപ്പിൾ ചെയ്ത് യൂസ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറാണ്. അത് 12 ഒരു 6 ആംപിയറും അതുപോലെ തന്നെ 27 ഒരു 7 ആംപിയർ ട്രാൻസ്ഫോമറാണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റിന് ഫാനിന് വേണ്ടി കുഞ്ഞ് ട്രാൻസ്ഫോമർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 4 മോസ്ഫെറ്റ് ബോർഡാണ്. ഫിൽറ്ററോട് വരുന്ന ബോർഡാണ്. ഇത് നമ്മുടെ ഓഡിയോ റഷിൻ്റെ ബോർഡാണ്. റിമോട്ട് കിറ്റ് ഫ്യൂടെക്കിൻ്റെ. പിന്നെ ആംപ്ലിഫയറോടായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് TDS7265 ബോർഡാണ്. ഇതാണ് നമ്മുടെ TDS7265 ബോർഡ്. 5 ചാനൽ ബോർഡാണ്. 25 വാട്ട്സിൻ്റെ 4, സെൻറ്ററിന് 50 വാട്ട് ബ്രിഡ്ജ്ഡ് ബോർഡാണ്. പിന്നെ 5 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ 4 കപ്പാസിറ്റേഴ്സ്, നല്ല രീതിയിലുള്ള ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ്, മറ്റു കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് ഫുള്ളി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമറെല്ലാം ടൊറോയിഡാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ 6 ട്രാൻസ്ഫർ ബോർഡിൻ്റെ ആമ്പ് വെച്ച് വരുന്ന മോഡൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു 200-250 വാട്ട് നമുക്ക് സബിന് കിട്ടും. 25x4, അതുതന്നെ 50 വാട്ട് x 1 അങ്ങനെയാണ് വന്നേക്കുന്നത്. 5 ചാനൽ ബോർഡ്. അതിന് തൊട്ടടിക്കാൻ നമ്മൾ കൂളിങ്ങിൻ്റെ ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്ററായിട്ട് നമ്മൾ 4750 4 കൊടുത്തിട്ടുണ്ട് സബിന് വേണ്ടിയിട്ട്. മറ്റേതിനകത്ത് ഓൾറെഡി പവർ സപ്ലൈ മറ്റ് കാര്യങ്ങളെല്ലാം ആ ഒരു ബോഡിയിൽ തന്നെ വരുന്നുണ്ട്, ആംപ്ലിഫയർ ബോഡിയിൽ തന്നെ വരുന്നുണ്ട്. ഇത് നമ്മുടെ DTS ഡോൾബി സർട്ടിഫിക്കേഷനുള്ള നമ്മുടെ ആ ഒരു ഓഡിയോ റഷാണ് ഇത്. അതുപോലെ തന്നെ ഫ്യൂടെക്കിൻ്റെ കിറ്റും. ഈ ഫ്യൂടെക്കിൻ്റെ കിറ്റുമായിട്ട് നമുക്ക് കപ്പിൾ ചെയ്ത് മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റും. റഷ് മോഡുണ്ട്. ആ റഷ് മോഡ് ഓൺ ആക്കി നിങ്ങൾ അതിനെ ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് മാറ്റാനും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ തന്നെ റിമോട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ളൊരു ഉൾവശവും മറ്റു കാര്യങ്ങളും എല്ലാം. നല്ല രീതിയിലുള്ള സ്പീക്കർ പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ അകത്ത് അപ്ഡേഷൻ ഇനി വന്നേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ടോറോയിഡ് ട്രാൻസ്ഫോമർ ആക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് പവർ സപ്ലൈ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ബോർഡുകൾ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ടോട്ടലി ആകെ മൊത്തം ചേഞ്ചസ് വരുത്തിയിട്ട് ഇതിനെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണൊക്കെ ഒരു ആംപ്ലിഫയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 13,800 ആ ഒരു പ്രൈസ് റേഞ്ച്, 13,800 പ്രൈസ് റേഞ്ച് വരും ഈ സെയിം ആംപ്ലിഫയർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ ഏകദേശം ഒരു 15,500 വരും. അതായത് ടൊറോയിഡും അതുപോലെ തന്നെ 6 ട്രാൻസ്ഫർ ബോർഡും വരുന്നതിന് ആ ഒരു പ്രൈസ് റേഞ്ചും വരും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.